ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കിങ് റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഷവർമയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലോട്ട് 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ചെറിയതായിട്ട് ചൂടുള്ള വെള്ളം, ചൂടും വെള്ളവും കൂടി ഒരു അരക്കപ്പിൻ്റെ അടുത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് നമ്മുടെ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട് വെക്കാൻ വേണ്ടിയാണ് മാവിൻ്റെ അകത്ത് ചേർക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും, നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു വശത്ത് വെള്ളത്തിൻ്റെ മോൾ വശത്തായിട്ട് നന്നായിട്ട് അതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഒരു 3 കപ്പിൻ്റെ അടുത്ത് മൈദ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട, അതുപോലെ തന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പാൽ. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എഗ്ഗ് മാത്രമായിട്ട്, മുട്ട മാത്രമായിട്ട് നമ്മുടെ മാവിലോട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവും മുട്ടയായിട്ട് ഒന്ന് മിക്സ് ആവാനായിട്ട് സമയം എടുക്കും. അത് കാരണമാണ് ഇങ്ങനെ ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം പതുക്കെ കൈ വെച്ചൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഈസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ അത് ചേർക്കണമെന്നില്ല കേട്ടോ. നമ്മളതൊന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. ഈ സമയത്ത് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒന്നില്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ നെയ്യ്. ഞാനൊരു 1/2 സ്പൂണിൻ്റെ അടുത്ത് നെയ്യും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ച് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. ഒരു 10-15 മിനിറ്റിൻ്റെ അടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡവ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരല്പം ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ വശത്തേക്കും തേച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊരു അടപ്പ് വെച്ച് മൂടിയിട്ട് 1 മണിക്കൂറിൻ്റെ അടുത്തുനിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മാവ് പൊങ്ങി വരുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഡവ് റെഡിയാക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്ക് എളുപ്പമായിരിക്കും കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരല്പം പൊടി ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോ ഉണ്ട അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ എല്ലാം പരത്തി കഴിയുമ്പോൾ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പരത്തി വെച്ചേക്കണം ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മോൾ വശത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബബിളുകൾ തന്നെ കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള തവ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളതുപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അധികം പരത്തി പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്താൽ ഈ പൊങ്ങി വന്നത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പൊങ്ങില്ല കേട്ടോ. പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വേഗം മറിച്ചിട്ടിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതുപോലെ എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ബലത്തിൽ പ്രസ് ചെയ്യാതെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ എല്ലാം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുബൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള സ്റ്റഫിങ്സാണ് വെക്കേണ്ടത്. ഇതുണ്ടോ, കുബൂസൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കണം മയോണൈസാണ് കേട്ടോ. ഞാനൊരു ചെറിയ പാക്കറ്റ് മയോണൈസിൻ്റെ പാക്കറ്റാണ് കേട്ടോ മേടിച്ചായിരുന്നത്. ഇനി ആ മയോണൈസിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം ചിക്കൻ വറുത്തതാണ് കേട്ടോ. നമ്മൾ നോർമലി വീട്ടിൽ ചിക്കൻ വറുക്കണ പോലെയാണ് വറുത്തെടുത്തേക്കണേ. അത് നമ്മൾ വറുത്ത ചിക്കൻ ചെറിയ പീസുകളാക്കി എടുത്തേക്കണേ കേട്ടോ ഇത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞേക്കണ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാബേജ് നല്ല നൈസായിട്ട് അരിഞ്ഞേക്കണേ കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുക്കുംബറാണ് കേട്ടോ. ഇനി അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മയോണൈസ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കനെ നമുക്കിത് മടക്കിയെടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ടൊമാറ്റോ സോസും മയോണൈസും മാത്രം ചേർക്കണമായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എരിവ് ചിലപ്പോൾ പറ്റില്ലല്ലോ. അതേസമയം നമ്മൾ വലിയ ആൾക്കാർക്ക് ഉണ്ടാക്കണതാണെങ്കിൽ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കുറേ അല്പം ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ വലിയ ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ മയോണൈസ് അതുപോലെ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചില്ലി സോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഈ ചതമുളകില്ലേ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എരിവുണ്ടാവും. എന്നിട്ട് ബാക്കിയൊക്കെ നമ്മൾ നോർമലി ചെയ്ത പോലെ തന്നെ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞേക്കണം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ക്യാബേജ്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞേക്കണ ക്യാരറ്റ്, പിന്നെ കുക്കുംബർ ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെയും അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടി മയോണൈസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരല്പം ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അധികം സമയവും അധികം ഇൻഗ്രീഡിയൻസും ഒന്നും നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നില്ല. ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൻ്റെ അകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും, അതിൻ്റെ അകത്തും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും.